കൃഷ്ണ ഗുരുവായൂരപ്പ. നാളെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ, അഷ്ടമിരോഹിണി. നാളെ ഗുരുവായൂരിൽ 40,000 പേർക്കാണ് സദ്യ ഉള്ളത് കേട്ടോ. കണ്ണൻ്റെ പിറന്നാൾ സദ്യ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസമാണ് നാളെ. ചിങ്ങമാസത്തിൽ ഞായറാഴ്ച ആവുകൊണ്ട് നല്ല കല്യാണം, 200-ലേറെ കല്യാണങ്ങളുണ്ട്. പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ 5 മണ്ഡപത്തിലുണ്ട്. അപ്പോൾ വളരെ നല്ല തിരക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നേരത്തെ തുടങ്ങുന്നത്, സാധാരണ 5 മണിക്കാണ് കല്യാണം തുടങ്ങാറുള്ളത്. ഇപ്രാവശ്യം 4 മണിക്ക് തുടങ്ങുമെന്നാണ് പറയുന്നത്. തിരക്ക് കണക്കിലെടുത്ത് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ദേവസ്വം അറിയിച്ചിട്ടുള്ളത്. പിറന്നാൾ സദ്യ 40,000 പേർക്കുണ്ട്. ഗുരുവായൂരപ്പൻ ഹാളിലും പടിഞ്ഞാറ് നടയിലെ അന്നലക്ഷ്മി ഹാളിലുമായിട്ട് ഒരേ സമയം 2,000-ലേറെ പേർക്ക് ഭക്ഷണം കഴിക്കാം. അതുപോലെ മുൻകൂട്ടിയിട്ട് അപ്പം ഷീട്ടാക്കാം. 7,25,000 രൂപയുടെ ഉണ്ണിയപ്പാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 2 അപ്പം വീതമുള്ള ഒരു ഷീറ്റിന് 35 ഉറുപ്പികയാണ് നിരക്ക്. 8 ലക്ഷം രൂപയുടെ പാൽപ്പായസവും തയ്യാറാക്കും. അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കായി ദേവസ്വം 38,47,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അഷ്ടമിരോഹിണി ദിവസം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP ദർശനം ഉണ്ടാവില്ല. കിഴക്കേ നടയിലെ പൊതുവരി പൂന്താനം ഹാളിൽ നിന്നാണ് ആരംഭിക്കുക. നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ 4:30 മുതൽ 5:30 വരെ 1 മണിക്കൂറാണ്. വൈകിട്ട് 5 മുതൽ 6 വരെയും. തദ്ദേശീയർക്ക് നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനം നടത്താം. ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിയാണ്. അതിന് പെരുവനം കുട്ടന്മാരാണ് മേളം. വൈകിട്ട് കാഴ്ചശീവേലി, രാത്രി വിളക്കെഴുന്നള്ളിപ്പ്, വൈക്കം ചന്ദ്രൻ്റെ പഞ്ചവാദ്യ ഉണ്ടാവും. വൈകിട്ട് 5-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ദേവസ്വത്തിൻ്റെ ക്ഷേത്രകലാ പുരസ്കാരമുണ്ട്. അത്രയൊക്കെയാണ് അഷ്ടമിരോഹിണിയുടെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെ ധാരാളം ഉണ്ട്. സെറ്റായി കഴിഞ്ഞു. നമ്മൾ കാണുന്ന നല്ല തിരക്കാണ്. ഇന്ന് തന്നെ തിരക്കായി, നല്ല തിരക്കാണെന്ന് തന്നെ പറയാം. അപ്പം നാളേക്ക് അതിലേറെ തിരക്കായിരിക്കും. ആ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ സദ്യ കഴിക്കാനായിട്ട് വരുന്ന ഭക്തന്മാരുടെ തിരക്കാണ്, ഭയങ്കര തിരക്ക് എന്ന് തന്നെ പറയാം. കിഴക്കേ ഗോപുര, അതായത് പുതിയ ഗോപുരം മുതൽ തന്നെ നല്ല തിരക്കായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനിയും പ്രതീക്ഷിക്കാം. കാരണം നാളേക്ക് പിന്നെ പൂന്താനം തൊട്ടിട്ട് ഇങ്ങോട്ട് അത്രയായി. പിന്നെ ശോഭയാത്രകളും മറ്റുമൊക്കെ ആയിട്ട് ഗുരുവായൂരിനെ, ഭൂലോക വൈകുണ്ഠത്തെ വർണ്ണാഭമാക്കിയിട്ടുള്ള ചടങ്ങുകളാണ്, കാഴ്ചകളാണ്. എല്ലാവർക്കും നയന മനോഹരമായ കാഴ്ചകളാണ്. ആ ഗുരുവായൂരപ്പൻ്റെ ആ പിറന്നാൾ, ആ പൊന്നുണ്ണിയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് എല്ലാവരും, അതായത് പരിസരവാസികളും ഭക്തരും എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ആഘോഷമാണ്. അതുപോലെ തന്നെ സദ്യയും കേമാണ്. അതുപോലെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കിഴക്കേ നടയിൽ ഉറിയടിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തെക്കേ നടയിൽ, പടിഞ്ഞാറ് നടയിൽ ഔട്ടർ റിംഗ് റോഡിലുണ്ട്. അതുകൂടാതെ ഇന്നർ റിംഗ് റോഡിലുണ്ട്. അതുപോലെ വടക്കേ നടയിലും ധാരാളം ഉറിയടി മത്സരങ്ങളുണ്ടായിരിക്കും. നല്ല കാഴ്ചയാണ്, ആനന്ദകരമായ കാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും അത് കാണാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ വന്നിട്ട് പിറന്നാൾ സദ്യ ഉണ്ണാനും മറ്റെല്ലാ കാഴ്ചകൾക്കും കാണാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.